കുറച്ച് എനർജിയൊക്കെ ഒന്ന് ബൂസ്റ്റായി കേട്ടോ, കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക്. അപ്പം നേരെ നമ്മുടെ ഗ്രൗണ്ടിലേക്ക് അങ്ങോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ. അതായത് കണ്ണൻ ചിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇനി കാണാനുള്ളത്. നമ്മുടെ എവിടെ ഒരു വലിയൊരു എന്താ പറയണ്ട ഒരു ഫെസ്റ്റിവൽ വരുമ്പോഴും ഇപ്പം തൊട്ടിയാട്ടമാണെങ്കിലും അതുപോലെ തന്നെ ബോട്ടായാലും അതുപോലത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലേ. അപ്പോൾ ഞങ്ങളുടെ ഓച്ചിറയിൽ 28 ഓണത്തിന് ഈ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. പക്ഷേ വൃശ്ചികം വരുമ്പോഴാണ് ഓച്ചിറ ഗ്രൗണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. ആ വള്ളമൊക്കെ ഇങ്ങനെ പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. വള്ളത്തിൽ കയറിയ കണ്ണം പറഞ്ഞതെന്ന് വെച്ചാൽ വള്ളം ഓടിക്കുന്നവൻ സൈക്കോ ആണ് കേട്ടോ. അപ്പോൾ അത്ര ത്രില്ലിങ് ആണെന്നല്ലേ അതിൻ്റെ അർത്ഥം. ഈ പിള്ളേർക്കുള്ള അടിപൊളി സാധനമുണ്ട്. ഗോക്കപ്പിന് ഇതിനകത്തൊന്നും കയറാൻ വയസ്സായില്ല കേട്ടോ. പിന്നെ അതേ നമ്മുടെ മരണക്കിണറുണ്ട്. പിന്നെ കുറേ റൈഡുണ്ട് കേട്ടോ. ഗോക്കപ്പനെ ഇരുത്തി സേഫായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്ന റൈഡൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അവനെ എന്തിലേലും കയറ്റണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞു പിള്ളേരെ ഇരുത്തുന്നതിലൊക്കെ തന്നെയാണെങ്കിലും കുറച്ചിങ്ങനെ പിടിച്ചിരിക്കാറാവുന്ന പ്രായം വേണം കേട്ടോ. നല്ല സ്പീഡിലാണ് അവന്മാരിട്ട് കറക്കുന്നത്. അപ്പോൾ അതത്ര സേഫല്ല. കുഞ്ഞങ്ങാനും തെറിച്ചെങ്ങാനും പോയാൽ പിന്നെ നമ്മൾ കണ്ടോ വള്ളം പോകുന്നുണ്ടോ, അങ്ങ് ആകാശത്ത് പോകുന്നുണ്ട് കേട്ടോ. ഇത് എനിക്ക് മോനുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരു റൈഡിലും കയറിയില്ല. ഇനി ഒരിക്കൽ എങ്ങനെയെങ്കിലും ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകണമെന്ന് വിചാരിച്ചിരിക്കും കേട്ടോ. എന്നാലേ ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ബാക്കിൽ തൊട്ടിയാട്ടമൊക്കെ പോകുന്നുണ്ട്. കണ്ണൻ പിന്നീട് ഒരു ദിവസം പോയി തൊട്ടിയാട്ടത്തിലും വള്ളത്തിലുമൊക്കെ ഫ്രണ്ട്സുമായിട്ട് കയറി കേട്ടോ. അവൻ സൈക്കോ ആണെന്നാണ് കേട്ടോ പറഞ്ഞത്. അത് ഓടിക്കുന്നവരെല്ലാം. അതിനുശേഷം ഈ ബലൂൺ കാറിൻ്റെയൊക്കെ ഒരു ട്രിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് ബലൂൺ അങ്ങ് വെക്കും കേട്ടോ. പിള്ളേരത് വാശി പിടിക്കുമല്ലോ. അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കും. ഗോക്കപ്പിന് പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അവിടുത്തെ പാട്ടൊക്കെ കേട്ട് കുറച്ച് ഞങ്ങൾ ചില്ലടിച്ചിട്ട് വീട്ടിലോട്ടങ്ങ് ഇറങ്ങിയേ.